സുഹൃത്തുക്കളെ, വള്ളുവനാടൻ ചാനലാണ്. പ്രമോദാണ്, പെരിന്തൽമണ്ണ. ഞാനിപ്പോൾ ഇത് കലക്ടർ ഓഫീസിലേക്ക് കയറിപ്പോയി കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇന്നലെ അറക്കൽ ബസ്, കാനറ എന്നാണ് ബസ്സിൻ്റെ പേര്, ഇന്നലെ ഒരു സ്കൂട്ടറുകാരനെ ഇടിച്ച് തെറിപ്പിച്ച് മാരകമായി പരിക്കേറ്റിട്ട് അയാൾ ഐസിയുവിലാണ്. നാളെ നമ്മളെ വീട്ടിലത്തെ ഒരാൾക്ക് ഇതുവരെയായിട്ട് യാത്രക്കാരെയും സ്കൂട്ടറുകാരെയും ബൈക്കുകാരെയും ഇടിച്ച് തെറിപ്പിക്കലാണ് ഇപ്പോൾ ബസ്സുകാരെ പണി. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് പെരിന്തൽമണ്ണ മുതൽ ആനമങ്ങാട് പള്ളിപ്പടി വരെ, ഹൈസ്കൂൾ വരെ അവർക്ക് പ്രശ്നമില്ല. പാലോളിപ്പറമ്പ് ഹൈസ്കൂൾ വരെ. അവിടുന്ന് അവർക്ക് ആനമങ്ങാട് എത്തിയ പഞ്ചിങ് ഉണ്ട്. ആ പഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ടൈം ശരിയാക്കാൻ വേണ്ടിയിട്ട് നല്ല ഓവർ സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ റോങ് സൈഡിൽ പോകും. ആ റോങ് സൈഡിൽ പോയിട്ടാണ് ഇന്നലെ അപകടം ഉണ്ടായത്. ഇവിടുന്ന് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം സ്ഥലം മജിസ്ട്രേറ്റ് കൂടിയാണ് കളക്ടർ, സബ് കളക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം വേണ്ടെന്നുള്ളതുകൊണ്ട് ഇവിടുന്ന് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വള്ളുവനാടൻ ചാനലിൽ പ്രമോദാണ്. അയാൾക്കെതിരെ, ഡ്രൈവർക്കെതിരെ അയാളെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള പരാതിയാണ്. പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇന്നലെ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരിട്ട് പരാതി കൊടുക്കുകയാണ്. കൃഷ്ണപ്പടി വളവിലുണ്ടായ ഒരു അപകടമാണ്. ആനമങ്ങാട് പെരിന്തൽമണ്ണ റൂട്ടിൽ ആ പാവം സ്കൂട്ടറുകാരനെ ഇടിച്ച് തെറിപ്പിച്ച ഡ്രൈവറെ അനാസ്ഥയാണ് ആ കാണുന്നത്. അപകടകരമായിട്ടാണ് അയാൾ വണ്ടി ഓടിക്കുന്നത്. കളക്ടർ, സബ് കളക്ടർ അപൂർവ തൃപ്തി IAS അവരെ കണ്ടു. അപകടം നടന്ന വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തു. അതിൻ്റെ മുമ്പ് പിന്നെ മറ്റൊരു ബസ് അപകടം ഉണ്ടായിട്ട് ഒരു കുട്ടിയുടെ കൈ മുറിച്ച് കളയേണ്ടി വന്നതും മറ്റൊരു കുട്ടിയുടെ വയറ് അടക്കം പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ആ കുട്ടി ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും. ഈ കുട്ടികളുടെ ചിലവ് അടക്കം ഇപ്പം നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് ചെയ്യണത്, ആനമങ്ങാട്ടുകാർ. അപ്പോൾ ഈ ബസ്സുകാർ, എല്ലാ ബസ്സുകാരും കുറ്റക്കാരാണ് എന്നല്ല പറയണത്. അപ്പോൾ ഈ ഈ വീഡിയോ ഞാൻ സബ് കളക്ടറെ കാണിച്ചു. മാഡം അപ്പം തന്നെ അത് ആ വിഷ്വൽ കണ്ട ഉടനെ തന്നെ ഞാൻ കൊടുത്ത പരാതിയിൽ ഒപ്പിട്ട് പിന്നെ അത് ഡെസ്കിൽ കൊടുത്തു. അതിനോടൊപ്പം എന്നോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലും RTO ഓഫീസർ കയ്യിലും ഒരു പരാതി ഇപ്പം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലും RTO ഓഫീസിലും കൊടുക്കുകയും ചെയ്തു. RTO ഓഫീസർക്കും ഞാൻ ആ വിഷ്വൽ കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഞെട്ടിപ്പോയി. അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, ഇതിൻ്റെ മുമ്പും 2 കുട്ടികൾക്ക് പ്രശ്നം പറ്റിയില്ലേ. അപ്പോഴും ഞാനിത് പറഞ്ഞു, അവിടെ ആളുകൾ പിരിവെടുത്തിട്ടാണ് ആ കുട്ടികളെ ചികിത്സിക്കുന്നത്. സാർ, ഇത് ഈ സ്ഥിതിയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാ ബസ്സുകാരെയും ഒന്നും പറയില്ല. കാരണം ബസ്സുകാരും ജീവനക്കാരാണ്. പല ആൾക്കാരും നമ്മളെയൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. ഓക്കെ. പക്ഷേ ഇത്തരം ഡ്രൈവർമാരുണ്ട്. അത് എന്തു വന്നാലും പേടില്ല. പിന്നെ പെരിന്തൽമണ്ണ മുതൽ പാലോളിപ്പറമ്പ് വരെ, അല്ലെങ്കിൽ പിന്നെ എരവിമംഗലം ബസ് സ്റ്റോപ്പ്, പെട്രോൾ പമ്പ് വരെയൊക്കെ ഒരു അരിച്ചരിച്ച് പോയി അവിടുന്ന് അങ്ങോട്ട് സ്പീഡ് കൂട്ടി ആനമങ്ങാട് പഞ്ച് ചെയ്യണ ആളുകളുണ്ട്, പഞ്ച് ചെയ്യണ ഡ്രൈവർമാർ. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്നലെ നടന്ന അപകടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പഞ്ചിങ് കേന്ദ്രത്തിൻ്റെ മറവിൽ ബസ്സുകാർ ചെയ്യണ തമ്മടുത്താണ്. ബസ്സുകാരുടെ ടൈമും ഇതൊന്നല്ലോ ജനങ്ങളെ പ്രശ്നം. ഇവരുടെ അച്ഛനും അമ്മയും കുട്ടികളൊക്കെ റോട്ടിലേക്ക് ഇറങ്ങില്ലേ, അവർക്ക് അപകടം പറ്റില്ലേ? ആനമങ്ങാട് ടൗണിൽ 5 അപകട മരണങ്ങളുണ്ടായി. ഈ 5 അപകട മരണങ്ങളുണ്ടായി ഞാൻ നിരന്തരം
പരാതി കൊടുത്ത് അന്ന് AP അനിൽകുമാർ എൻ്റെ സീനിയറായിട്ട് പെരുന്തൽമണ്ണ കോളേജിൽ പഠിച്ചതാണ്. AP അനിൽകുമാറിനെ കണ്ട് പരാതി കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആനമങ്ങാട് ടൗണിൽ സീബ്ര ലൈനും ബസ് ബി വന്നത്. അതിൻ്റെ മുമ്പ് ജനങ്ങൾ ഇടപെട്ടിട്ട് അവിടെ സീബ്ര ലൈനും ബസ് ബി വരച്ചു. അത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, ബസ്സിൻ്റെ യൂണിയൻ നേതാക്കന്മാരെ ഇടപെട്ടിട്ട് എന്നെ കൊണ്ട് വേറെ ചില ആളുകളും, അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, ആ ആളുകളെ കൊണ്ട് ആ വരച്ച സാധനം അന്നത്തെ പെരിന്തൽമണ്ണ SI മായ്ക്കാനാണ് പറഞ്ഞത്. അതാണ് ഉണ്ടായത്. അപ്പം നാട്ടിലത്തെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. അവിടെ രാഷ്ട്രീയക്കാർക്ക് എന്ത് നമ്മടുത്തോ കാട്ടാം, എല്ലാ രാഷ്ട്രീയക്കാരെയും പറയണില്ല. ഇത്തരം ഈ ക്രൂരന്മാരായ ബസ് ഡ്രൈവർമാർക്ക് വളം വെച്ചു കൊടുക്കണത് ഇങ്ങനത്തെ യൂണിയൻ നേതാക്കളാണ്. അവരെന്താ പറയണത്? അവിടെ തൊട്ടടുത്തുള്ള സീബ്ര ലൈനും ബസ് ബിയും വേണ്ട, അവിടുത്തെ തൊട്ട് ഇടതുവശത്ത് LP സ്കൂളും വലതുവശത്ത് UP സ്കൂളാണ്. ആ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അധ്യാപകർ അവിടെ നിന്നിട്ടാണ്, UP സ്കൂളത്തെ അധ്യാപകർ അവിടെ നിന്നിട്ടാണ് ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണത്. ഈ ഒന്നാമത് നമ്മളെ നാട്ടിലെ രക്ഷിതാക്കൾ ഇതിൽ ഇടപെടണം. ആനമങ്ങാട് ടൗണിലാണ് അവിടുത്തെ കടക്കാരുടെ വണ്ടികൾ നടു റോട്ടിൽ നിർത്തുക. അപ്പോൾ ആ വണ്ടികൾ കഴിഞ്ഞിട്ടേ ബസ് നിർത്താൻ കഴിയും. അപ്പോഴും ഒരു കുട്ടി ബസ് മറികടന്ന് ക്രോസ് ചെയ്ത കുട്ടിക്ക് അപകടം പറ്റി. ഇതൊക്കെ ആരെടുത്ത് പറയണം? നമ്മളെ നാട്ടുകാർ ചെയ്യണ ഒരു അടുത്തതാണ്. അവിടുത്തെ കടക്കാർക്ക് ഇഷ്ടം പോലെ അവിടെ സ്ഥലങ്ങളുണ്ട്, പക്ഷെ അവിടെ ഒന്നും പാർക്ക് ചെയ്യില്ല. സ്വന്തം കടയുടെ മുന്നിൽ പാർക്ക് ചെയ്താലേ അവരുടെ ആ ഫ്യൂഡൽ ചിന്താഗതി മുന്നോട്ട് പോകും. അതാണ് ഫ്യൂഡലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസം. അത് നിലനിൽക്കണ വെച്ചാൽ അവരുടെ ആഡംബര കാറ് അവരുടെ വീടിൻ്റെ മുന്നിൽ, വീടിൻ്റെ അല്ല അവരുടെ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്യണം. അത് പലവട്ടം പെരിന്തൽമണ്ണ ട്രാഫിക് ആയിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ട് പോലും അവരതിൽ നടപടി ഉണ്ടായില്ല. എന്തിന്? മലപ്പുറം കലക്ടർക്ക് പരാതി കൊടുത്തു, മലപ്പുറം ജോയിൻ്റ് RTOന് പരാതി കൊടുത്തു, എന്നിട്ടും നടപടിയില്ല. ഇനിയും ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് സഹിച്ച് നിൽക്കരുത്. അവിടുത്തെ യുവാക്കൾ ഇടപെടണം. അവിടെ വണ്ടികൾ, ബസ്സുകൾ നടു റോട്ടിൽ നിന്ന് സൈഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്യിക്കുക തന്നെ വേണം. അവർ നിന്നിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അവർക്കൊരു നല്ല ചൂട് കൊടുക്കുന്ന കട്ടൻ ചായ കൊടുക്കുക. ആ കട്ടൻ ചായ കുടിക്കട്ടെ. ഞങ്ങളൊക്കെ പിന്നെ പ്രായത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊക്കെ പിന്നിലേക്ക് നിൽക്കുകയാണ്. ഇപ്പം പ്രതികരിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. പ്രതികരിച്ചാൽ നമ്മളത് അന്തയ്ക്കുന്ന ആളൊക്കെ വിളിക്കുകയാണ്. ആ പഴയ പോലെ നമ്മളത് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പറയണത് വെള്ളുവനാടൻ ചാനലിലാണ്. പേര് പ്രമോദ് എന്നാണ്. നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്ന ആളാണ്. ഇപ്പോഴും ഇടപെടാൻ വയ്യായിട്ടല്ല, അതുകൊണ്ടാണ് ആ ഇടപെടൽ ഒറ്റപ്പെടലായിട്ട് മാറുകയാണ്. ഇപ്പം ഏകാംഗ പരാതിയാണ്. ജനങ്ങൾ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കിയിട്ട് വീണ്ടും കലക്ടറെ കാണണം, വീണ്ടും CIനെ കാണണം, വീണ്ടും DYSPനെ കാണണം, വീണ്ടും RT ഓഫീസറെ കാണണം. എന്നാൽ ആ കാര്യങ്ങൾ നടക്കും. PWDയിൽ പരാതി കൊടുത്താലേ അവിടുത്തെ കുഴികൾ അടയ്ക്കും. ആ പരാതി അവരവിടെ മേടിച്ചു വെക്കുക എന്നല്ലാതെ ഒരു നടപടി PWDയുടെ ഭാഗത്തുനിന്നില്ല. ഇവിടെ നാട്ടിൽ ജനങ്ങൾ മാത്രമല്ല ഇളകേണ്ടത്. പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ബ്ലോക്ക് മെമ്പർമാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. ഇവർക്കൊക്കെ എന്താണ് പണി? നാട് നന്നാക്കലാണ് ഇവരുടെയൊക്കെ. എന്താണ് നിങ്ങളെ തൊഴിൽ? നാട് നന്നാക്കൽ. എന്ത് നാടാണ് നന്നാക്കണത്? അവനവൻ്റെ വീട്ടിലത്തെ വയറ്റപ്പഴപ്പല്ലാതെ വേറൊന്നും ഇവർ ചെയ്യണില്ല. ഇന്നലെ അപകടം നടന്നിട്ട് ഏതെങ്കിലും ഒരു മെമ്പർമാരോ അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പറോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ അവിടെ ഇടപെട്ടോ? ഇടപെടില്ല. കാരണം അവരെന്ന് സംബന്ധിച്ച് അവരുടെ വീട്ടിലത്തെ കുട്ടികൾക്കല്ല അത് സംഭവിച്ചത്. ആ മഹാഭാവം പിടിച്ച സ്കൂട്ടറുകാരൻ വളരെ പതുക്കെ വരുകൊണ്ട് അത്രേ പറ്റുള്ളൂ. അത്രയല്ല അയാൾ ICUലാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല. അതിൻ്റെ മുമ്പ് അവിടെ ഒരു മരം മുറിക്കണ നമ്മളെ സുഹൃത്ത് നടന്നു പോകുമ്പോഴാണ് ഒരു വണ്ടി തട്ടിയത്. 5 അപകട മരണങ്ങൾ ആനമങ്ങാട് ടൗണിലുണ്ടായി. അതിനോടൊപ്പം തന്നെ ആ 2 കുട്ടികൾ ഈ അടുത്ത് ചെർപ്പളശ്ശേരിയിലുള്ള ഒരു ബസ് വന്നിടിച്ച്, അതും റോങ് സൈഡിലാണ്. അപ്പോൾ ഈ റോങ് സൈഡിൽ കയറി പോകാൻ ഇവർക്ക് ആരധികാരം കൊടുത്തു? എന്താണ് ഇവിടുത്തെ റോഡ് സുരക്ഷാ നിയമങ്ങൾ? അത് ഇവർ പഠിക്കട്ടെ. 6 മാസം അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യട്ടെ. എന്നിട്ട് വീണ്ടും ക്ലാസ്സിന് പോയിട്ട് അവർ പരീക്ഷ എഴുതി പാസ്സായിട്ട് ലൈസൻസ് കൊടുക്കുക. അതാണ് വേണ്ടത്.
ഈ കാര്യം കലക്ടറടുത്ത് വിവരം വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തു. കൃത്യമായും പിന്നെ മാഡത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കാൻ കഴിയില്ല. വള്ളുവനാടൻ ചാനലിലെ പ്രമോദ് പെരിന്തൽമണ്ണ. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഫോർവേഡ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.